ട്വിലൈറ്റ് ഓഫ് ഗോഡ്സ് നെറ്റ്ഫ്ലിക്സിൻ്റെ ഏറ്റവും പുതിയ ഒരു അനിമേറ്റഡ് സീരീസാണ്. എന്താണ് ഈ ഒരു സീരീസിന് ഇത്ര വലിയ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാക്ക് സ്നൈഡറാണ് ഈ ഒരു സീരീസിൻ്റെ ക്രിയേറ്റർ അല്ലെങ്കിൽ ഡയറക്ടർ എന്നുള്ളതാണ്. പുള്ളി പ്രൊഡക്ഷൻ സൈഡിലൊക്കെ ഉണ്ട്. 8 എപ്പിസോഡുള്ള ഫസ്റ്റ് സീസൺ, അരമണിക്കൂറുള്ള എപ്പിസോഡുകളാണ് ഓരോന്നുള്ളത്. ഒട്ടും ലാഗ് അടിപ്പിക്കാതെ വളരെ സ്പീഡിൽ തീർക്കുന്ന 8 എപ്പിസോഡുകളാണ് ഈ ഒരു സീരീസിനുള്ളതെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇതിനകത്ത് ചർച്ച ചെയ്യുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗ്രീക്ക് ഗോഡ്സിനെ പറ്റിയിട്ട് തന്നെയാണ്. നമ്മളുടെ തോർ, ലോക്കി, ഓഡിൻ, ആ ഒരു ഗ്രീക്ക് ഗോഡ്സിനെ പറ്റിയിട്ട് നമ്മൾ മാർവലിൽ കണ്ട തോറോ ലോക്കി ഒന്നുമല്ല ഇവിടെ കാണിക്കുന്നത്. എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒറിജിനൽ ഗ്രീക്ക് ഗോഡ്സിനെ പറ്റിയിട്ട് അവരുടെ കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ട്. അതായത് നമ്മൾ മാർവലിൽ കണ്ട തോറുണ്ടല്ലോ, ആ തോറിൻ്റെ ഒക്കെ നേരെ എക്സാക്റ്റ് ഓപ്പോസിറ്റാണ് ഈ തോറെന്ന് പറയുന്നത്. ഭയങ്കര അഗ്രസീവായിട്ടുള്ള, ഭയങ്കര റൂഡായിട്ടുള്ള ഒരു ഗ്രീക്ക് ഗോഡ് എങ്ങനെയാണോ അതാണ് പുള്ളി എന്നുള്ളത്. അപ്പം ഇതിനകത്ത് ഒരു റിവെഞ്ച് സ്റ്റോറിയാണ് കാണിക്കുന്നത്. സിഗ്രിഡ് എന്ന് പറയുന്ന ഒരു ജയൻറ്റ് പെൺകുട്ടി, അവളുടെ ഫാമിലിക്ക് വരുന്ന തോറ് കാരണം വരുന്ന കുറച്ച് പ്രശ്നങ്ങൾ, അതിന് തോറിനോട് റിവെഞ്ച് ചെയ്യാനായിട്ട് ആസ്ഗാർഡിലേക്ക് പോകുന്നതൊക്കെയാണ് ഈ ഒരു സീരീസിൽ കാണിക്കുന്നത്. അത് വളരെ ഗംഭീരമായിട്ട് തന്നെ, അതായത് ഒരു മോർട്ടൽ ഗോഡ് വാറൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അത് അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു സീരീസിനകത്ത് ഈ തോറിനെ അന്വേഷിച്ച് ആസ്ഗാർഡിലേക്ക് പോകുന്നൊരു ട്രാവൽ ജേണി ഉണ്ടല്ലോ, അതാണ് ഈ ഒരു സീരീസിനകത്ത് കാണിക്കുന്നത്. അപ്പം ഈ ഒരു ക്രൂവിനെ സെറ്റ് ചെയ്യുന്നു, ആ ക്രൂവിനെ സെറ്റ് ചെയ്തുകൊണ്ട് ആസ്ഗാർഡിലേക്ക് പോകുന്നു. അവിടെ ചെന്നിട്ട് ഇപ്പം ആസ് യൂഷ്വൽ ലോക്കി എന്ന് പറയുന്നത് ലെയറാണ്. ലോക്കിയാണ് ഇതിനെ ഇടയ്ക്ക് നിന്നിട്ട് കളിക്കുന്നത്. അതായത് സിഗ്രിഡിനെ കൊണ്ട് തോറിനെ ആ ഒരു റിവെഞ്ച് എടുക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ ലോക്കിയാണ്. അപ്പോൾ ലോക്കിയുടേതായ കുറച്ച് എയിമുകളും ഗോളുകളും ഉണ്ട്. തോർ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഓടിൻ്റെയൊക്കെ വേറെ എക്സാക്റ്റ് വേർഷൻ. നമ്മൾ മാർവലിൽ തോറിനെയൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് ഇത് കാണാൻ ചെല്ലുന്ന സമയത്ത് തോറിനെ വരെ വലിച്ചീറി വെക്കാൻ തോന്നും. അത്രയ്ക്ക് ഭയങ്കര ക്രൂവലായിട്ടുള്ളൊരു ഗോഡായിട്ടാണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമ്മൾ ലോർഡ് ഓഫ് ദ റിങ്സിനകത്തൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ അടിപൊളി ഒരു ഗ്രീക്ക് ടച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ പെട്ടെന്ന്, അതായത് കണ്ടു തുടങ്ങി പെട്ടെന്നാണ് ഓരോ എപ്പിസോഡും തീരുന്നതെന്നുള്ളതാണ്. നമ്മളെ ഒട്ടും ലാഗ് അടിപ്പിക്കാതെ ആ ഒരു സാധനം വളരെ ഇതായിട്ട് തീർക്കുന്നു. ഇതൊരു R-റേറ്റഡാണ്, 18+ സീരീസാണ്. കുറച്ച് ന്യൂഡിറ്റിയും സെക്ഷൽ സീൻസൊക്കെ ഇതിനകത്തുണ്ട്. അപ്പം അതനുസരിച്ച് കാണുക എന്നുള്ളതാണ്. നല്ല രീതിയിൽ അത് കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അടിപൊളി ഒരു സീരീസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഒരു സെക്കൻഡ് സീസണൊക്കെ വേണമെങ്കിൽ ചെയ്യാം, അങ്ങനെയാണ് ഇതിനെ കൊണ്ട് നിർത്തിയത്. ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് അവസാനത്തെ എപ്പിസോഡൊക്കെ ആയപ്പോൾ സമയത്തേക്ക് സ്റ്റോറി കുറച്ചും കൂടി ട്വിസ്റ്റ് ചെയ്തിട്ട് ഒരു ഒരു പ്രഡിക്ഷൻ, ഫ്യൂച്ചർ കാണിക്കുക, ആ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് വേറൊരു രീതിയിലേക്ക്, അതായത് ഈ ഗ്രീക്ക് ഗോഡ്സിനെ വേറൊരു രീതിയിലേക്കൊക്കെ കാണിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതിനകത്തിപ്പം. അത് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അപ്പം അത് പോയി കാണുക. ആ ഒരു അവസാനത്തെ എപ്പിസോഡിൽ അത് കാണിക്കുന്നതൊക്കെ. അത് കുറേ മാജിക്ക്, വിച്ചസ്, അങ്ങനെ കുറേ ഗോഡ്സ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇതിനിടയ്ക്കാണ് ഈ ഹ്യൂമൻസ് റിവെഞ്ച് ചെയ്യാനായിട്ട് പോകുന്നതും ഈ തോറുമായിട്ടുള്ള അടിപൊളി ഒരു ആർക്കെ ഉണ്ട് അവസാനത്തെ 2 എപ്പിസോഡിൽ. അത് ഗംഭീരമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത് ആ ഒരു സ്നൈഡറിൻ്റെ ഒരു ടച്ച് ഇതിനകത്ത് ഫീൽ ചെയ്യും ഓരോ സീൻ കാണിക്കുന്ന സമയത്ത്. ഈവൻ അതൊരു അനിമേറ്റഡ് സാധനമാണെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യും എന്നുള്ളത് ഇത് കാണുന്ന ഓരോ ആളുകൾക്കും ഈ ഒരു സ്നൈഡറിൻ്റെ സാധനമാണ്. അതിനകത്ത് ഒരു സിഗ്നേച്ചർ സാധനം ഉണ്ടല്ലോ, അതൊക്കെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. എനിക്കൊട്ടും ബോറിങ് അല്ലാതെ കണ്ടിരിക്കാമെന്നാണ് ഇത് കണ്ടു കഴിയുമ്പോൾ തോന്നിയത്. പറയാൻ പറ്റില്ല, ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവിലാണല്ലോ. അരമണിക്കൂറുള്ള സ്റ്റോറി ആണെങ്കിൽ ഒരു 20 മിനിറ്റൊക്കെ ആയാലും മാക്സിമം ഡ്യൂറേഷൻ വരുള്ളൂ. പക്ഷേ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രസൻറ്റേഷൻ ഈസ് ഓസം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് വളരെ പെട്ടെന്ന്, ഒട്ടും സ്ലോ ആകത്തോണ്ടായിരിക്കും അങ്ങനെ ഫീൽ ചെയ്തത്. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. നെറ്റ്ഫ്ലിക്സിലാണ് ഷോ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലാണ്. അതുവരെ ബൈ ഗൈസ്.